ഏത്തപ്പഴം കൊണ്ട് രുചികരമായ ഒരു മധുര പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത്. അതിനായി ഏത്തപ്പഴം എടുത്ത് തൊലി പൊളിച്ച് അത് 4 കീറുക. ആവശ്യത്തിന് ഏലക്ക എടുത്ത് തൊലി പൊളിച്ചതിന് ശേഷം അത് പൊടിക്കുക. ആവശ്യത്തിന് ജീരകം പൊടിച്ചത് ഏലക്ക പൊടിച്ചതിനൊപ്പം ചേർത്ത് ഇളക്കുക. തേങ്ങ ചിരകി അതെടുത്ത് അതിലേക്ക് ജീരകവും ഏലക്കായും പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് പഞ്ചസാരയും ചേർത്തിളക്കുക. മധുരം വേണ്ടാത്തവർക്ക് അത് ചേർത്തില്ലെങ്കിലും പലഹാരത്തിന് നല്ല ടേസ്റ്റുണ്ട്. 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചിരിക്കുകയാണ്. ഇനി അത് ചെറിയ ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഓരോ ബോൾ എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഇത് പൂരിയുടെ വലുപ്പത്തിൽ നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി ആ പൂരി എടുത്ത് അതിലേക്ക് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ചേർത്തത് നിരത്തി വെച്ച് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കായുടെ പീസ് വയ്ക്കുക. അതിന് പുറമെ സ്വല്പം കൂടി തേങ്ങ ചിരകിയത് ഇട്ടതിന് ശേഷം ഇത് 2 മടക്കി സ്പൂൺ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുക. ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. ഒരു വശം പാകമാകുമ്പോൾ അത് മറിച്ചിടുക. രണ്ട് പുറവും പാകമാകുമ്പോൾ അത് സൈഡിലേക്ക് മാറ്റി എണ്ണ ഊർന്നു പോകുവാനായി ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഏറ്റവും രുചികരമായ നമ്മുടെ പലഹാരം തയ്യാറായി. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത ഈ മധുര പലഹാരം 3-4 മിനിറ്റിൽ നമുക്കുണ്ടാക്കാവുന്നതാണ്. ഈ വിധത്തിൽ വ്യത്യസ്തമായ പലഹാരങ്ങളുമായി ഇനിയും കാണാം. ഈ പലഹാരം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക.